ടൊവിനോയുടെ 50ാമത്തെ ചിത്രം. ഒന്നല്ല രണ്ടല്ല 3 റോളുകളിൽ ടൊവിനോ, 5 ഭാഷകളിൽ റിലീസ്. അങ്ങനെ ഒട്ടേറെ പ്രത്യേകതകളോടെയായിരുന്നു അജയന്റെ രണ്ടാം മോഷണം എന്ന ARM പ്രേക്ഷകർക്ക് മുന്നിലെത്തിയത്. ഈ ഓണക്കാലത്ത് തിയേറ്ററുകൾ ഉത്സവപ്പറമ്പാക്കാനുള്ള എല്ലാ ചേരുവകളോടെയുമാണ് ടൊവിനോയും സംവിധായകൻ ജിതിൻ ലാലും എത്തിയത്. അടി, ഇടി, റൊമാൻസ്, പാട്ട്, അങ്ങനെ എല്ലാം കൂടിച്ചേർന്നൊരു ഗംഭീര ഓണവിരുന്ന് തന്നെയാണ് ARM. മോഹൻലാലിന്റെ നറേഷനിലൂടെയാണ് സിനിമ തുടങ്ങുന്നത്. കഥയിലേക്ക് പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടുപോകുന്നതും മോഹൻലാലിന്റെ ഈ നിറേഷൻ തന്നെയാണ്. 3 കാലഘട്ടങ്ങൾ പശ്ചാത്തലമാക്കിയാണ് ARMന്റെ സഞ്ചാരം. ടൊവിനോയുടെ കുഞ്ഞിക്കേളു, മണിയൻ, അജയൻ എന്നീ കഥാപാത്രങ്ങളിലൂടെയാണ് സിനിമ മുന്നോട്ട് നീങ്ങുന്നത്. ആദ്യം മുതൽ അവസാനം വരെ ഈ 3 കഥാപാത്രങ്ങളെയും കണക്ട് ചെയ്തിരിക്കുന്നതിൽ സംവിധായകൻ വിജയിച്ചിട്ടുണ്ട്. സുജിത്ത് നമ്പ്യാരാണ് ചിത്രത്തിന് കഥയൊരുക്കിയിരിക്കുന്നത്. ഒരു മുത്തശ്ശി കഥ കേൾക്കുന്നത് പോലെയാണ് ARM ആദ്യം മുതൽ അവസാനം വരെ പ്രേക്ഷകർക്ക് തോന്നുക. ഫിക്ഷനും റിയലിസവും കൂട്ടിയോജിപ്പിച്ചാണ് കഥയുടെ മുന്നോട്ടുപോക്ക്. 3 കാലഘട്ടങ്ങളെയും കഥാപാത്രങ്ങളെയും വ്യക്തതയോടെ അവതരിപ്പിക്കാൻ സംവിധായകൻ ജിതിൻ ലാലിന് കഴിഞ്ഞിട്ടുണ്ട്. ഒരു നവാഗത സംവിധായകന്റെ യാതൊരു താളപ്പിഴകളോ പതർച്ചയോ ARMൽ പ്രേക്ഷകന് കാണാനാകില്ല. ഏറ്റവും എടുത്തു പറയേണ്ടത് മേക്കിംഗ് സ്റ്റൈൽ തന്നെയാണ്. ആദ്യ പകുതിയേക്കാൾ മേക്കിങ്ങിൽ രണ്ടാം പകുതിയിലാണ് സംവിധായകൻ ഞെട്ടിച്ചത്. തിയേറ്റർ എക്സ്പീരിയൻസിന് വേണ്ട എല്ലാ ചേരുവകളും രണ്ടാം പകുതിയിലും കാണാം. ഛായാഗ്രഹണം, പശ്ചാത്തല സംഗീതം, കളറിങ്, എഡിറ്റിങ്, അങ്ങനെ എല്ലാം ഒന്നിനൊന്നിന് മികവ് പുലർത്തി. കാലഘട്ടങ്ങളെ സംയോജിപ്പിച്ചിരിക്കുന്ന രീതിയിലും നല്ല നിരീക്ഷണം നടത്തിയിട്ടുണ്ട് സംവിധായകൻ. കുഞ്ഞിക്കേളുവിലൂടെ തുടങ്ങി മണിയനിലൂടെ സഞ്ചരിച്ച് അജയനിലേക്ക് എത്തുകയാണ് കഥ. പെർഫോമൻസിന്റെ കാര്യത്തിൽ ഏറ്റവും ഞെട്ടിച്ചത് ടൊവിനോ തന്നെയാണ്. ഓരോ കഥാപാത്രത്തെയും ശരിക്കും മനസ്സിലാക്കിയാണ് ടൊവിനോ അവതരിപ്പിച്ചിരിക്കുന്നതും. ഓരോ കഥാപാത്രങ്ങളുടെയും മാനറിസവും ശരീരഭാഷയും ലുക്കും എല്ലാം ടൊവിനോയിൽ ഭദ്രമായിരുന്നു. ക്യാരക്ടർ വെച്ച് നോക്കുകയാണെങ്കിൽ കേളുവിനേക്കാളും അജയനേക്കാളും മികച്ചു നിന്നത് മണിയൻ എന്ന കഥാപാത്രമാണ്. മണിയന്റെ നോട്ടം തന്നെ പലയിടങ്ങളിലും പ്രേക്ഷകരെ അമ്പരിപ്പിച്ചു. ഒരു ചെറിയ സസ്പെൻസ് എലമെന്റും കൂടി ചേർത്താണ് മണിയൻ എന്ന കഥാപാത്രത്തെ സംവിധായകൻ വികസിപ്പിച്ചിരിക്കുന്നത്. കുഞ്ഞിക്കേളുവിൻ്റെയും മണിയന്റെയും ധീരതയും അജയന്റെ നിസ്സഹായതയുമെല്ലാം ടൊവിനോ എന്ന നടനിൽ പലപ്പോഴും ഭദ്രമായിരുന്നു. ടൊവിനോയ്ക്കൊപ്പം തന്നെ പിടിച്ചുനിന്ന മറ്റൊരു കഥാപാത്രമായിരുന്നു ജഗദീഷിൻ്റെയും. വളരെ കുറച്ച് സമയമേ ജഗദീഷ് സ്ക്രീനിൽ ഉള്ളുവെങ്കിലും ലുക്ക് കൊണ്ടും അഭിനയം കൊണ്ടും അദ്ദേഹം പ്രേക്ഷക മനസ്സിലേക്ക് ഒന്നുകൂടി ആഴ്ന്നിറങ്ങി. സുരഭിലക്ഷ്മി, ബേസിൽ ജോസഫ്, ഹരീഷ് ഉത്തമൻ, രോഹിണി, അജു വർഗീസ്, ഐശ്വര്യ രാജേഷ്, കൃതി ഷെട്ടി തുടങ്ങിയവരും അവരവരുടെ ഭാഗങ്ങൾ മികച്ചതാക്കി. ARMൽ ഏറ്റവും കൂടുതൽ കയ്യടി നേടിയ ഒരു ഘടകം ഛായാഗ്രഹണമാണ്. ഓരോ ഫ്രെയിമുകളും അത്ര മനോഹരമായാണ് ജോമോൻ ടി ജോൺ പ്രേക്ഷകർക്കായി ഒരുക്കിയിരിക്കുന്നത്. കാലഘട്ടങ്ങളെ ചിത്രീകരിക്കുന്നതിലും അതീവ ശ്രദ്ധ പുലർത്തിയിട്ടുണ്ട് ഛായാഗ്രഹകൻ. VFXും വലിയ പാകപ്പിഴകളില്ലാതെ വർക്കായിട്ടുണ്ട്. ഡിബു നൈനാൻ തോമസ് ആണ് ചിത്രത്തിന് പശ്ചാത്തല സംഗീതം ഒരുക്കിയിരിക്കുന്നത്. ഫൈറ്റ് രംഗങ്ങളിൽ ഉൾപ്പെടെയുള്ള പശ്ചാത്തല സംഗീതം ഗംഭീരമാണെന്ന് പറയാതെ വയ്യ. കഥയ്ക്കും സന്ദർഭത്തിനും അനുസരിച്ചാണ് ചിത്രത്തിൽ പാട്ടുകൾ ഒരുക്കിയിരിക്കുന്നത്. ARMന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആക്ഷൻ രംഗങ്ങളാണ്. കളരിപ്പയറ്റിലൂടെയാണ് ചിത്രത്തിലെ ആക്ഷൻ രംഗങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. രണ്ടാം പകുതിയിൽ ഫൈറ്റ് രംഗങ്ങളിലാണ് ടൊവിനോ കൂടുതൽ തിളങ്ങിയത്. മാജിക് ഫ്രെയിംസ്, UGM എന്റർടൈൻമെന്റ്സ് എന്നിവയുടെ ബാനറിൽ ലിസ്റ്റിൻ സ്റ്റീഫൻ, സക്കറിയ തോമസ് എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഓണക്കാലത്ത് കുടുംബത്തിനൊപ്പം കണ്ടിരിക്കാവുന്ന മികച്ച ചിത്രമാണ് അജയന്റെ രണ്ടാം മോഷണം.